ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെക്കാനിക്സിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ മെക്കാനിക്സിലെ ആദ്യത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 1 വെക്റ്റർ ആൽജിബ്ര 1 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സ്കേലാസ് ആൻഡ് വെക്ടേഴ്സ്. അതിൽ ആദ്യം സ്കേലാസ് എന്താണെന്ന് നോക്കാം. Scalars are the quantities which has a number and an appropriate unit of measurement. ഏതൊരു ക്വാണ്ടിറ്റിക്കും നമ്പറും ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റും ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വാണ്ടിറ്റീനെ സ്കേലാർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ മാസ്. 50 കിലോഗ്രാം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ 50 ഒരു നമ്പറും കിലോഗ്രാം ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റും ആണ്. സോ നമുക്ക് പറയാം മാസ് ഒരു സ്കേലാർ ആണ്. ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ പറയുമ്പോൾ 20 ഒരു നമ്പർ ആണ്, ഡിഗ്രി സെൽഷ്യസ് ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആണ്. സോ നമുക്ക് പറയാം ടെമ്പറേച്ചർ ഒരു സ്കേലാർ ആണ്. ഇതേപോലെ തന്നെ ലെങ്ത്തും ഒരു സ്കേലാർ ആണെന്ന് നമുക്ക് പറയാം. സ്കേലാർ ക്വാണ്ടിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ജസ്റ്റ് ലൈക്ക് ഓർഡിനറി നമ്പേഴ്സ്. ഏതൊരു സാധാരണ നമ്പറിലും യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആയ എഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് എങ്ങനെയാണോ നമ്മൾ സാധാരണ നമ്പറിൽ യൂസ് ചെയ്യുക അതേമാതിരി തന്നെ നമുക്ക് സ്കേലാറിലും യൂസ് ചെയ്യാൻ പറ്റും. സ്കേലാർ ക്വാണ്ടിറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേ റിമെയിൻ ഇൻവേരിയന്റ് അണ്ടർ എനി കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലും നമ്മൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി വെക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും. അതൊരു വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ പ്ലേസ് ചെയ്താലും അവിടെയും വാല്യൂ സെയിം തന്നെയായിരിക്കും. സ്കേലാർ ക്വാണ്ടിറ്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല, ഇൻവേരിയന്റ് ആയിരിക്കും. ഇനി നമുക്ക് സ്കേലാർസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഒരു എയും ബിയും സ്കേലാർ ആണെങ്കിൽ നമുക്ക് പറയാം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. സോ സാധാരണ നമ്മൾ നമ്പറിന്റെ എഡിഷൻ പറയുന്ന മാതിരി 2 + 3 = 3 + 2 അതേമാതിരി നമുക്ക് പറയാം എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. അടുത്ത പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു എ ആണ്. അടുത്ത പ്രോപ്പർട്ടിയാണ് എ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എ. ഇനി നമ്മൾ എയും ബിയും സിയും സ്കേലർ ആണെങ്കിൽ നമുക്ക് എ ഇൻറ്റു ബി സി ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എ ഇൻറ്റു ബി പ്ലസ് സി നമുക്ക് എ ബി പ്ലസ് എ സിന് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് വെക്ടേഴ്സ് എന്ന് നോക്കാം. ഇത്രയും സമയം നമ്മൾ സ്കേലാർ ആണ് പറഞ്ഞത്. വെക്ടേഴ്സ് എന്ന് വെച്ചാൽ they are the quantities which has a magnitude and a direction in space. ഡയറക്ഷൻ എന്ന വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊരു ക്വാണ്ടിറ്റിക്കും മാഗ്നിറ്റ്യൂഡിന്റെ ഒന്നിച്ചൊരു ഡയറക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വാണ്ടിറ്റീനെ വെക്ടർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി. ഒരു കാർ 5 മീറ്റർ/സെക്കൻഡ് നോർത്ത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുമാതിരി തന്നെ നമുക്ക് ആക്സലറേഷനും പറയാം, ഫോഴ്സും പറയാം. ഫോഴ്സ് നമ്മൾ പറയാണ് വി ആർ അപ്ലൈയിങ് ഫോഴ്സ് ഓഫ് 5 ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ് ഡയറക്ഷൻ. റൈറ്റ് ഡയറക്ഷനിലേക്ക് 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ഉണ്ട്, അവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ നമുക്ക് പറയാം ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നോർമലി നമ്മൾ എങ്ങനെയാണ് വെക്ടറിനെ ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുക? ജോമെട്രിക്കലി അതായത് വരച്ച് കാണിക്കുന്നത് ഒരു വെക്ടറിന് നമ്മൾ ഒരു ലൈൻ സെഗ്മെന്റ്, ഒരു ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു എയറോ യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ കാണാം. ഇവിടെ ഒരു എയറോ കാണാം. എയറോന്റെ ലോവർ പോർഷനെ നമ്മൾ ടെയിൽ എന്ന് വിളിക്കും, അപ്പർ പോർഷനെ ഹെഡ് എന്ന് വിളിക്കും. ലോവർ പോർഷനിലെ പോയിന്റിനെ നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തു, അപ്പർ പോർഷന്റെ പോയിന്റ് നമ്മൾ ബി മാർക്ക് ചെയ്തു. സോ ഇവിടെ വെക്ടറിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രം എ ടു ബി ആണ് വെക്ടറിന്റെ ഡയറക്ഷൻ. സോ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ഇസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. ഇനി നമുക്ക് എങ്ങനെയാണ് വെക്ടറിനെ എഴുതിയിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നോർമലി പ്രിന്റഡ് മെറ്റീരിയൽസിലൊക്കെ വെക്ടറിനെ നമ്മൾ ബോൾഡ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നോർമലി ഒരു വെക്ടറിനെ നമ്മൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അത് എങ്ങനത്തെ ക്യാപിറ്റൽ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനത്തെ സ്മോൾ ലെറ്റർ ആയിരിക്കണം? അത് ബോൾഡ് ആയിരിക്കും പ്രിന്റഡ് മെറ്റീരിയൽസിൽ. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ബോൾഡ് ആയിട്ട് എഴുതുക ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു എയറോ വരയ്ക്കും. സോ എയറോ നമുക്കറിയാം ജോമെട്രിക്കലി ഒരു വെക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മേലെ എയറോ വരയ്ക്കും. അത് ക്യാപിറ്റൽ ലെറ്റർ ആവാം, സ്മോൾ ലെറ്റർ ആവാം, അത് പ്രശ്നമല്ല. ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ വെക്ടറിന്റെ രണ്ട് സൈഡും വെർട്ടിക്കൽ ലൈൻസ് വരച്ചിട്ടാണ്. സോ ഈ രണ്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നതിനാണ് നമ്മൾ മോഡുലസ് എന്ന് പറയുന്നത്. സോ ഇവിടെ വെക്ടർ എ ആണെങ്കിൽ നമുക്ക് ഇതിനെ വായിക്കേണ്ടത്
മോഡുലസ് ഓഫ് വെക്ടർ എ ആണ്. സോ മോഡുലസ് ഓഫ് വെക്ടർ എ മീൻസ് ഇസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ഇനി നമുക്ക് അടുത്ത സബ് ടോപ്പിക് ആയ ഇക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടർ ആൻഡ് നൾ വെക്ടർ എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം ഇക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ്. എപ്പോഴാണ് രണ്ട് വെക്ടർ ഈക്വൽ ആണെന്ന് നമ്മൾ പറയുക? രണ്ട് വെക്ടർ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം, രണ്ട് വെക്ടറിന്റെ ഡയറക്ഷനും ഈക്വൽ ആയിരിക്കണം. ഇനി രണ്ടിൽ കൂടുതൽ വെക്ടർ വന്നാലും ഇതേ സെയിം കണ്ടീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം 4 വെക്ടേഴ്സ് ഉണ്ട്. ഇവിടെ 4 ഏറോസ് ഉണ്ട്. സോ 4 വെക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 4 ഏറോന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ഏറോയിനും സെയിം ഡയറക്ഷൻ ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ 4 വെക്ടറും ഈക്വൽ വെക്ടേഴ്സ് ആണ് നമുക്ക് പറയാം. മറ്റു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 4 വെക്ടറും പരസ്പരം പാരലൽ ആണ്. അതാണ് ഇവിടെ നമ്മൾ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ഈക്വൽ വെക്ടേഴ്സ് എപ്പോഴും പരസ്പരം പാരലൽ ആയിരിക്കും. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതും ആവട്ടെ, ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ഇവിടെ നിന്നാണ്, ഇത് ഇവിടെ നിന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിഫറെന്റ് ആണെങ്കിൽ പോലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ, അതിന്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ, അത് പരസ്പരം പാരലൽ ആണെങ്കിൽ നമുക്ക് പറയാം വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന്. ഇനി എങ്ങനെയാണ് നമ്മൾ വെക്ടേഴ്സ്, ഈക്വാലിറ്റി ഓഫ് വെക്ടേഴ്സ് നമ്മൾ എഴുതി കാണിക്കാറ്? സോ എഴുതി കാണിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെക്ടറിന്റെ സിമ്പിൾ എഴുതിയിട്ട് അതിന്റെ നടുക്ക് ഈക്വൽ ടു സൈൻ ഇടുക. സോ വെക്ടർ എ ഈക്വൽ ടു വെക്ടർ ബി എന്ന് എഴുതിയാൽ ഇതിന്റെ അർത്ഥം വെക്ടർ എയും വെക്ടർ ബിയും ഈക്വൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചില സിറ്റുവേഷൻ വരും, അതായത് വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ് പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ആ കേസിൽ നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു മൈനസ് സൈൻ ഇടുക. അതായത് വെക്ടർ എ ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ ബി എഴുതിയാൽ അതിന്റെ അർത്ഥം വെക്ടർ എയും വെക്ടർ ബിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ വെക്ടർ ബിന്റെ ഡയറക്ഷൻ എയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇങ്ങനെ വേണം നമ്മൾ ഈ കേസിൽ എഴുതാൻ. ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ എന്താണെന്ന് നോക്കാം. സോ യൂണിറ്റ് വെക്ടർ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, യൂണിറ്റ്. യൂണിറ്റ് എന്ന് വെച്ചാൽ 1. സോ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, ദ വെക്ടേഴ്സ് വിച്ച് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 ഇസ് കോൾഡ് എ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടറിന് പ്രത്യേകിച്ച് ഒരു ഡയമെൻഷൻ ഒന്നുമില്ല, സോ ദേ ആർ ഡയമെൻഷൻലെസ്. ഇനി യൂണിറ്റ് വെക്ടറിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ദേ ആർ യൂസ്ഡ് ടു ഡിനോട്ട് ദ ഡയറക്ഷൻ സ്പേസ്. സോ നോർമലി ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ ഉപയോഗിക്കാം. ഇത് കുറച്ചുകൂടി നമ്മൾ ഡീപ്പായിട്ട് അടുത്ത സെഷനിൽ പഠിക്കുന്നതാണ്. സോ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, യൂണിറ്റ് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്ടർ ആദ്യം എഴുതുക. വെക്ടറിന്റെ മുകളിൽ ഒരു ക്യാപ്പ് ചിഹ്നം, ഒരു ഹാറ്റ് ചിഹ്നം അല്ലെങ്കിൽ ക്യാപ്പ് ചിഹ്നം എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇതൊരു വെക്ടർ എ ആണ്. സോ വെക്ടർ എന്റെ മുകളിൽ നമ്മൾ ഒരു ക്യാപ്പ് ചിഹ്നം ഇട്ടാൽ ഇത് യൂണിറ്റ് വെക്ടർ ഓഫ് എ എന്ന് നമുക്ക് പറയാം. സോ എങ്ങനെയാണ് ഒരു വെക്ടറും യൂണിറ്റ് വെക്ടറും റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത് വെക്ടർ എ ആണ്. സോ ഒരു വെക്ടർ എനെ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ, ഈ നോർമൽ ഫോണ്ടിൽ ഈ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ പ്രിന്റഡ് മെറ്റീരിയൽസ് ഇങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. സോ യൂണിറ്റ് വെക്ടർ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് യൂണിറ്റ് വെക്ടർ ഓഫ് എ. സോ യൂണിറ്റ് വെക്ടർ നമുക്കറിയാം അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അഗൈൻ എ തന്നെയാണ്. സോ ഒരു വെക്ടറിനെ നമുക്ക് യൂണിറ്റ് വെക്ടർ ആയിട്ട് എഴുതി കാണിക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. സോ ഇനി നമ്മൾ തിരിച്ച് യൂണിറ്റ് വെക്ടറിന്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ എ ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. നമുക്ക് ഇവിടെ ഈ എന്റെ പകരം മോഡുലസ് ഓഫ് എ എന്നുള്ള രീതിയിലും എഴുതാം. സോ ഇതാണ് ഇതിന്റെ റിലേഷൻ. സോ അടുത്തത് എന്ത്? നൾ വെക്ടറിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നൾ വെക്ടർ എന്താണ്? നൾ വെക്ടർ, നൾ അല്ലെങ്കിൽ നിൽ, 0. സോ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണെങ്കിൽ നമുക്ക് പറയാം അത് ഒരു നൾ വെക്ടർ ആണ്. നൾ വെക്ടറിന്റെ പ്രത്യേകത വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ഒന്നും ഇല്ല. ഇതിനെ നോർമലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 0 മുകളിൽ ഒരു എയറോ വരച്ചിട്ടാണ് നമ്മൾ നൾ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നൾ വെക്ടറിന്റെ യൂസ് എവിടെയാണ് വരുന്നത് വെച്ചാൽ ചില കേസസ് വരും, നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒരു എൻഡ് പോയിന്റിലേക്ക് വന്നു, തിരിച്ച് എൻഡ് പോയിന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ വന്നു. സോ അവിടെ സ്റ്റാർട്ടിംഗും എൻഡ് പോയിന്റും സെയിം ആകുമ്പോൾ അവിടെ നൾ വെക്ടർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതും നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് അടുത്ത സെഷനിലൊക്കെ നോക്കാൻ പോകുന്നതാണ്. ഇനി നമുക്ക് വെക്ടർ ആൽജിബ്രയിലേക്ക് കടക്കാം. സോ വെക്ടർ ആൽജിബ്ര, നോർമൽ നമ്മൾ ആൽജിബ്ര നോക്കുമ്പോൾ നോർമൽ നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ വെക്ടറിന്റെ കേസിൽ എഡിഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ നോർമൽ ചെയ്യുന്ന ആ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ കുറച്ച് ലോസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാനുണ്ട്. ആ ലോസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ വെക്ടർ എഡിഷൻ അല്ലെങ്കിൽ വെക്ടർ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എഡിഷൻ ഓഫ് വെക്ടേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെക്ടർ എഡിഷൻ ഒരു ഡയറക്റ്റ് ആൽജിബ്രൈക് സം അല്ല. സോ രണ്ട് വെക്ടർ എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഒരു വെക്ടർ സി കിട്ടുന്നുണ്ടെങ്കിൽ
ആ വെക്ടർ സി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ഇതിൽ ഏതെങ്കിലും ഒരു ലോ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ അത് കണ്ടുപിടിക്കാൻ. സോ ഇവിടെ രണ്ട് ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് എഡിഷൻ, മറ്റ് ലോ എന്ന് വെച്ചാൽ പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ. സോ ഈ ലോസിൽ ഏതെങ്കിലും ഒരു ലോ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് വെക്ടർ എ പ്ലസ് ബി ഈക്വൽ ടു വെക്ടർ സി ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം ട്രയാങ്കിൾ ലോ ആൻഡ് പാരലോഗ്രാം ലോ. സോ അതിൽ ആദ്യം ട്രയാങ്കിൾ ലോ. സോ ട്രയാങ്കിൾ ലോ, ഞാൻ ട്രയാങ്കിൾ ലോ പറയുമ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ പിക്ചർ ഒന്ന് റെഫർ ചെയ്യുക. സോ ട്രയാങ്കിൾ ലോയിൽ നമ്മൾ രണ്ട് വെക്ടർ എയും വെക്ടർ ബി ആണ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതൊരു ജോമെട്രിക്കൽ വേ ആണ്. അതായത് ജോമെട്രിക്കലി നമ്മൾ കണ്ടുപിടിക്കുകയാണ് എങ്ങനെയാണെന്ന്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെക്ടർ എനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഹെഡിൽ വെക്ടർ ബിന്റെ ടെയിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഇതിനുശേഷം ഫ്രം ദ ടെയിൽ ഓഫ് വെക്ടർ എ ടു ദ ഹെഡ് ഓഫ് വെക്ടർ ബി നമ്മൾ ഒരു എറോ വരക്കുന്നു. ആ എറോ ആണ് നമുക്ക് വെക്ടർ എ പ്ലസ് ബിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെക്ടർ എ പ്ലസ് ബി ഈക്വൽ ടു സി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വരക്കുന്ന എറോ ആണ്. സോ ഇത് ബേസിക്കലി ഒരു ട്രയാങ്കിൾ ഫോമിലേക്ക് എത്തുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ട്രയാങ്കിൾ ലോ ഓഫ് എഡിഷൻ എന്ന് പറയുന്നത്. സോ ഇത് അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത ഒരു ലോ ആണ് പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ. പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യേണ്ട വെക്ടർ എയും വെക്ടർ ബിയും നമ്മൾ കോമൺ ആയിട്ട് അതിന്റെ ടെയിൽ കോമൺ ആയിട്ട് ജോയിൻ ചെയ്യുന്നു. അതായത് ഇവിടെ വെക്ടർ എ ഉണ്ട്, ഇവിടെ വെക്ടർ ബി ഉണ്ട്. ഇത് കോമൺ ആയിട്ട് നമ്മൾ ഇവിടെ ഈ പോയിന്റ് ഓയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ വെക്ടർ എന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇതുമാതിരി വെക്ടർ ബിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. സോ ഇൻ ടോട്ടൽ നമുക്കൊരു പാരലോഗ്രാം കിട്ടും. അങ്ങനെ ഒരു പാരലോഗ്രാം കിട്ടിയാൽ ഈ കോമൺ പോയിന്റ് നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽ ആണ് നമുക്ക് വെക്ടർ എ പ്ലസ് ബി റെപ്രസെന്റ് ചെയ്യുക. സോ വെക്ടർ എ പ്ലസ് ബി ഈക്വൽ ടു വെക്ടർ സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ കോമൺ പോയിന്റ് വരയ്ക്കുന്ന ഡയഗണൽ ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലെ ആംഗിൾ ആണ് ഇവിടെ തീറ്റ എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആംഗിൾ ആണ് തീറ്റ. ഇനി കിട്ടുന്ന വെക്ടർ സി, അതായത് നമ്മൾ റിസൾട്ടൻ വെക്ടർ സിയും ഏതെങ്കിലും ഒരു വെക്ടർ ഇവിടെ വെക്ടർ ബിയും ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ആൽഫ എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ ആംഗിൾ ആൽഫ ആക്ച്വലി നമുക്ക് കിട്ടുന്ന പുതിയ വെക്ടർ സിന്റെ ഡയറക്ഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ അതാണ് പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ. ഇനി എപ്പോഴാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ട്രയാങ്കിൾ ലോ ഓഫ് എഡിഷൻ ഉപയോഗിക്കുന്നത്? സോ നമുക്ക് ബേസിക്കലി ഇതിൽ ഏത് ലോ വേണമെങ്കിൽ ഉപയോഗിക്കാം വെക്ടർ എഡിഷൻ ചെയ്യാൻ. പക്ഷെ നമ്മൾ നോർമലി പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ ഉപയോഗിക്കുന്നത് ചില സിറ്റുവേഷൻസ് വരും. അതായത് രണ്ട് ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. സോ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് കൂടുതൽ എളുപ്പം പാരലോഗ്രാം ലോ ഓഫ് എഡിഷൻ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ജോമെട്രിക്കൽ വേ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ ഈ വെക്ടർ സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതായത് ആ റിസൾട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി റിസൾട്ടന്റ് ആയ വെക്ടർ സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് എ സ്ക്വയർ. ഇവിടെ തീറ്റ പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആണ്. അതുപോലെ തന്നെ ഈ സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് ആൽഫ തരുന്നത്. സോ ആൽഫ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ട് ഇക്വേഷനും. ഇനി ഇത് എങ്ങനെ ഈ ഇക്വേഷൻ കിട്ടുന്നു എന്ന് മനസ്സിലാക്കണം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ അത് ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. സോ ഇവിടെ പിക്ചർ ഉണ്ട്, നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് എഡിഷന്റെ പിക്ചർ ഉണ്ട് റൈറ്റ് സൈഡിൽ. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ പിക്ചറിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. സോ ഇവിടെ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ്. അത് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവരികയാണ്. സോ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ ബേസിക്കലി തീറ്റ ആയിരിക്കും. ഇവിടെ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിളും തീറ്റ ആയിരിക്കും. സോ ഇത് എ ആണ് നമുക്കറിയാം. സോ ഇതും എ ആണ് നമ്മൾ പറഞ്ഞിരുന്നു, ഇതും എ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതെന്തായിരിക്കും? ഈ സൈഡ് എ സൈൻ തീറ്റ എന്ന് പറയാം നമ്മളെ ട്രിഗ്നോമെട്രി റിലേഷൻ വെച്ചിട്ട്. അപ്പൊ ഇതെന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. സോ ഈ ഒരു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ എം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. സോ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഒ സി എം എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ വെക്ടർ സിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എം സ്ക്വയർ പ്ലസ് ഒ എം സ്ക്വയർ എന്ന് പറയാം. സോ അങ്ങനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു റിലേഷനിലേക്ക് എത്താൻ പറ്റും. സി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ പ്ലസ് എ സ്ക്വയർ. ഇനി ഇതേ ട്രയാങ്കിൾ നമ്മൾ ടാൻ ആൽഫ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷനിലേക്ക് എത്താൻ പറ്റും. സോ ഇത് അത്രയേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻസ് ഓർമ്മിച്ച് വെക്കുക, ഇത് നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് സം ഓഫ് വെക്ടേഴ്സ് നോക്കാം. അതായത് സം ഓഫ് വെക്ടേഴ്സിന്റെ പ്രോപ്പർട്ടി. സോ രണ്ട് മെയിൻ പ്രോപ്പർട്ടിയാണ് ഉള്ളത്. ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് വെക്ടർ അഡീഷൻ. അതായത് ഏത് രണ്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആഡ് ചെയ്യുന്നതും വെക്ടർ ബി പ്ലസ് എ ആഡ് ചെയ്താലും രണ്ടും റിസൾട്ടന്റ് ആൻസർ സെയിം ആയിരിക്കും. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് വെക്ടർ ഓഫ് അഡീഷൻ എന്ന് പറയുന്നത്
മൂന്ന് വെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി. എങ്കിൽ നമ്മൾ ഓർഡർ ഓഫ് എഡിഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് പറയുന്നത്. അതായത് വെക്ടർ എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ടിന് വെക്ടർ സി ആയിട്ട് ആഡ് ചെയ്താലും വെക്ടർ എന വെക്ടർ ബി പ്ലസ് സിന്റെ റിസൾട്ടന്റ് ആയിട്ട് ആഡ് ചെയ്താലും രണ്ടും സെയിം ആണെന്നാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് വെക്ടർ എഡിഷൻ പറയുന്നത്. ഇനി നമുക്ക് പോളിഗൺ ലോ ഓഫ് വെക്ടർ എഡിഷൻ എന്താണെന്ന് നോക്കാം. സോ നോർമലി നേരത്തെ നമ്മൾ രണ്ട് വെക്ടറിന്റെ കേസ് ഒക്കെയാണ് പറഞ്ഞത്, രണ്ട് വെക്ടർ എങ്ങനെയാണ് ആഡ് ചെയ്യുക. ചില കേസസിൽ ഒരുപാട് വെക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് എങ്ങനെ ജോമെട്രിക്കലി ആഡ് ചെയ്യാം, അതിന്റെ റിസൾട്ടിന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് പോളിഗൺ ലോ ഓഫ് വെക്ടർ എഡിഷൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാം 4 വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി ആൻഡ് വെക്ടർ ഡി. സോ ഈ 4 വെക്ടറിന്റെ റിസൾട്ടന്റ് ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട്, അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ ഡി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഓരോ വെക്ടറിനെയും ഒരു പോളിഗന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ നോക്കുക. സോ പോളിഗൺ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറഞ്ഞത്. ഇപ്പൊ ട്രയാംഗിൾ ഒരു പോളിഗൺ ആണ്, 3 സൈഡഡ് പോളിഗൺ ആണ്. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സ് ഒക്കെ ഇവിടെ ഒരു പോളിഗന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വെക്ടറിന്റെ ഹെഡിന്റെ അവിടെ മറ്റൊരു വെക്ടറിന്റെ ടെയിൽ വെക്കുക. അങ്ങനെ വെച്ച് വെച്ച് ഒരു ക്ലോസ്ഡ് ഫിഗറിന്റെ ഏകദേശം ആ രൂപത്തിലേക്ക് എത്തിക്കുക. സോ ഇവിടെ വെക്ടർ എന്റെ ഹെഡിന്റെ അവിടെ വെക്ടർ ബി പ്ലേസ് ചെയ്തു, വെക്ടർ ബിന്റെ ഹെഡിന്റെ അവിടെ നമ്മൾ വെക്ടർ സിന്റെ ടെയിൽ പ്ലേസ് ചെയ്തു, എന്നിട്ട് നമ്മൾ വെക്ടർ ഡി സിന്റെ ഹെഡിൽ പ്ലേസ് ചെയ്തു. സോ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ വെക്ടർ എന്റെ ടെയിൽ മുതൽ നമ്മൾ ഫൈനൽ വെക്ടറായ വെക്ടർ ഡിന്റെ ഹെഡ് വരെ ഒരു എറോ വരയ്ക്കുക. അതായത് നമ്മൾ ട്രയാംഗിൾ ലോ ഓഫ് വെക്ടർ എഡിഷനിലൊക്കെ ചെയ്ത മാതിരി. സോ ഈ കിട്ടുന്ന എറോ ആണ് നമ്മൾ ഈ മൊത്തം വെക്ടേഴ്സിന്റെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് എന്ന് പറയുന്നത്. സോ അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി പ്ലസ് വെക്ടർ ഡി ഈ എറോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഡി ഇല്ലാന്ന് വിചാരിക്കുക, അതായത് സി വരെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ എ ടു സിയിലെ എറോ ആണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതേപോലെ തന്നെ നമുക്ക് ബിന്റെയും മനസ്സിലാക്കാം. സോ ഇത് നമുക്ക് കുറെ വെക്ടേഴ്സ് വരുന്ന കേസസിലാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടർ ബൈ എ സ്കെയിലർ നോക്കാം. സോ ഒരു സ്കെയിലർ നമ്മൾ വെക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, വെക്ടറിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്കെയിലർ എന്ന ഒരു എം ആണ് നമ്മൾ സ്കെയിലർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന വെക്ടർ എ ആണ്, അതാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. സോ ഇവിടെ 3 കേസസ് ആണ് നമ്മൾ പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്ടർ എ എന്ന് വെച്ചാൽ നൾ വെക്ടർ അല്ല, അതായത് അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നൾ വെക്ടർ അല്ല. സോ ഇവിടെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ എം ഗ്രേറ്റർ ദാൻ 0, അതായത് സ്കെയിലറിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. സോ അങ്ങനെ നമ്മൾ എം മൾട്ടിപ്ലൈ ചെയ്താൽ എം ഇൻറ്റു വെക്ടർ എ എന്ന് പറയുന്ന പുതിയ വെക്ടർ എന്തായിരിക്കും, നമ്മൾ പഴയ വെക്ടർ എന്റെ അതേ സെയിം ഡയറക്ഷനിലായിരിക്കും. ഇനി നമ്മൾ സെക്കൻഡ് കേസ് പറയുന്നത് എം ലെസ് ദാൻ 0, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്കെയിലർ ലെസ് ദാൻ 0 നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ വെക്ടർ എം എ എന്ന് പറയുന്നത് ആദ്യത്തെ വെക്ടറായ എന്റെ ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന വെക്ടർ എം ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന വെക്ടർ എം എ എന്ന് പറയുന്നത് ഒരു നൾ വെക്ടർ ആയിരിക്കും. സോ അത് തന്നെയാണ് ഇവിടെ പിക്ചറിലും റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതായത് പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം എന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും, നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. 0 ആണെങ്കിൽ നൾ വെക്ടർ ആയിരിക്കും. ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് നോക്കാം. സോ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ആക്ച്വലി ബേസിക്കലി ഒരു എഡിഷൻ ഓഫ് വെക്ടർ തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വെക്ടറും അതിന്റെ നെഗറ്റീവ് ഓഫ് വെക്ടറുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ അതായത് നമുക്ക് ഇവിടെ രണ്ട് വെക്ടർ സബ്ട്രാക്ട് ചെയ്യണം. വെക്ടർ എ എന്ന് വെക്ടർ ബി സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ, ദാറ്റ് ഈസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ബേസിക്കലി ചെയ്യുന്നത് വെച്ചാൽ വെക്ടർ എ പ്ലസ് മൈനസ് ഓഫ് വെക്ടർ ബി നമ്മൾ ആഡ് ചെയ്യുകയാണ്. മൈനസ് ഓഫ് ബി എന്ന് വെച്ചാൽ ബിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടർ, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെക്ടർ. സോ വെക്ടർ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് മൈനസ് ഓഫ് വെക്ടർ ബി ആണ്. സോ ഇവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് വെക്ടർ ബി മൈനസ് എ ഒരിക്കലും വെക്ടർ എ മൈനസ് ബിന് ഈക്വൽ അല്ല, പക്ഷെ വെക്ടർ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ എ മൈനസ് ബി ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഓഫ് വെക്ടേഴ്സിലേക്ക് കടക്കാം. സോ നമ്മൾ വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് നമുക്ക് രണ്ട് ഫോമാണ് പറയാൻ പറ്റും. ഒന്ന് സ്കേലാർ പ്രൊഡക്റ്റ്, മറ്റേതുള്ളത് വെക്ടർ പ്രൊഡക്റ്റ്. സോ സ്കേലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ഓഫ് വെക്ടറിന്റെ ഫോംസ് പഠിക്കുന്നത്. സോ അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സ്കേലാർ പ്രൊഡക്റ്റ്. സോ സ്കേലാർ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സ്കേലാർ ആയിരിക്കും. സോ നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ എയും വെക്ടർ ബിന്റെയും സ്കേലാർ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡോട്ട്, നടുക്ക് ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ടാണ്. സോ വെക്ടർ എ ഡോട്ട് ബി ആണ് ഒരു സ്കേലാർ പ്രൊഡക്റ്റ് ഫോർ എ ആൻഡ് ബിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് ഡോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഡോട്ട് പ്രൊഡക്റ്റ് എന്നും വിളിക്കാം. സോ സ്കേലാർ പ്രൊഡക്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോട്ട് പ്രൊഡക്റ്റ്. സോ ഇറ്റ് ഇസ് റെഡ് ആസ് എ ഡോട്ട് ബി. ഇത് നമ്മൾ വായിക്കുന്നത് എ ഡോട്ട് ബി ആണ്. ഇതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി
ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് വെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ബി ആണ്. സോ ഇതാണ് സ്കേലാർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ. എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. എയും ബിയും വെക്ടർ എയും വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫിസിക്സിൽ വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ വർക്ക് എന്താണ്? ബേസിക്കലി ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എഫ് ഡോട്ട് ബി ആണ്. സോ വർക്ക് ഒരു സ്കേലാർ പ്രൊഡക്റ്റിന് എക്സാമ്പിൾ ആണ്. അതിന് തന്നെ പവറും ഒരു സ്കേലാർ പ്രൊഡക്റ്റിന് എക്സാമ്പിൾ ആണ്. പവർ ഈക്വൽ ടു എഫ് ഡോട്ട് ബി ആണ്. ഇനി നമുക്ക് സ്കേലാർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. രണ്ട് വെക്ടർ പാരലൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ സ്കേലാർ പ്രോഡക്റ്റ് എടുത്താൽ അതിന്റെ സ്കേലാർ പ്രോഡക്റ്റ് എപ്പോൾ മാക്സിമം ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ എ ഡോട്ട് ബി കണ്ടുപിടിക്കുകയാണ്. സോ എ ഡോട്ട് ബി എന്താണ് ഡെഫിനേഷൻ? എ ബി കോസ് തീറ്റ ആണ്. അവിടെ തീറ്റ പാരലൽ ആകുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എ ബി കോസ് തീറ്റ പറയുന്നത് എ ബി ഇൻറ്റു 1 ആയിരിക്കും. കോസ് തീറ്റ 1 ആവും 0 ആകുമ്പോൾ. സോ നമുക്ക് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി. സോ എ ബി ആയിരിക്കും മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുക. സോ നമുക്ക് പറയാം എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി. അതായത് സ്കേലാർ പ്രോഡക്റ്റ് ഇസ് മാക്സിമം വെൻ വെക്ടേഴ്സ് ആർ പാരലൽ. ഇനി രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്തായിരിക്കും? തീറ്റ 90 ആയിരിക്കും. സോ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് 90 വരും. സോ കോസ് 90 നമുക്കറിയാം 0 ആണ്. സോ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി സ്കേലാർ പ്രോഡക്റ്റ് നമ്മൾ ഒരു വെക്ടറിന്റെ ഒന്നിച്ച് അതേ വെക്ടർ തന്നെ സ്കേലാർ പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു വെക്ടർ ബി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബി ഡോട്ട് ബി, അപ്പൊ അവിടെ തീറ്റ എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. സോ കോസ് തീറ്റ നമ്മൾ അഗെയിൻ എന്തായിരിക്കും? ഇവിടെ 1 ആവും. സോ നമുക്ക് ഇവിടെ ബി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് എ ആൻഡ് ബി നമുക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കേലാർ പ്രൊഡക്റ്റിന്റെ ആ ഡെഫിനേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതായത് കോസ് തീറ്റ ഫോമിലേക്ക് വരുന്നു. സോ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ ആണ്. സോ കോസ് തീറ്റ മാത്രം സൈഡിൽ വെച്ചാൽ നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എ ബി എന്ന് കിട്ടും. ഇനി നമുക്ക് മറ്റ് പ്രോപ്പർട്ടീസ് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. സ്കേലാർ പ്രൊഡക്റ്റും കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് വെക്ടർ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. ഇത് മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. അതായത് വെക്ടർ എ ഡോട്ട് ബി പ്ലസ് സി, ഇവിടെ എയും ബിയും സിയും ഒക്കെ വെക്ടർ ആണ്. സോ വെക്ടർ എ ഡോട്ട് ബി പ്ലസ് സി ഏതിന് ഈക്വൽ ആണ്? വെക്ടർ എ ഡോട്ട് ബി പ്ലസ് വെക്ടർ എ ഡോട്ട് സിന് ഈക്വൽ ആണ്. ഇനി നമുക്ക് വെക്ടർ പ്രൊഡക്റ്റിലേക്ക് വരാം. സോ നമ്മൾ വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് വെക്ടർ ആകുമ്പോഴാണ് നമുക്ക് വെക്ടർ പ്രൊഡക്റ്റ് പറയുന്നത്. സോ വെക്ടർ പ്രൊഡക്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ക്രോസ് സൈൻ ഉപയോഗിച്ചിട്ടാണ്. അതായത് രണ്ട് വെക്ടർ എയും ബി ആണെങ്കിൽ അതിന്റെ നടുക്ക് ഒരു ക്രോസ് സൈൻ അല്ലെങ്കിൽ ഒരു എക്സ് ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെക്ടർ പ്രൊഡക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇതിനെ വായിക്കുന്നത് എ ക്രോസ് ബി ആണ്. സോ ഈ ക്രോസ് ചിഹ്നം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ക്രോസ് പ്രൊഡക്റ്റ് എന്നും പറയാറുണ്ട്. സോ വെക്ടർ പ്രൊഡക്റ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ക്രോസ് പ്രൊഡക്റ്റ്. ഇനി ഇതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ സി ക്യാപ്. നമുക്ക് കിട്ടുന്ന ആൻസർ സി വെക്ടർ ആയിട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ, നെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം സി ക്യാപ് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ സി ക്യാപ്. ഈ സി ക്യാപ് എന്താണ്? നമുക്കറിയാം ക്യാപ്പ് വരുന്ന സംഭവം യൂണിറ്റ് വെക്ടർ ആണെന്നറിയാം. യൂണിറ്റ് വെക്ടറിന്റെ യൂസ് എന്താ? ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ സി ക്യാപ് ഡയറക്ഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമുക്കറിയാം വെക്ടർ പ്രൊഡക്റ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നമുക്ക് കിട്ടുന്ന വെക്ടർ ആണ്. സോ വെക്ടറിന്റെ ഒന്നിച്ച് എപ്പോഴും ഡയറക്ഷൻ ഉണ്ടാവും. സോ ഇതിന്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ സി ക്യാപ്. ഇതിൽ എ ബി സൈൻ തീറ്റ മാഗ്നിറ്റ്യൂഡ് ആണ്, സി ക്യാപ് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻ ആണ്. ഈ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ആണ്. സോ ഈ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റൂൾ ആണ് റൈറ്റ് ഹാൻഡ് റൂൾ. സോ അതാണ് ഇവിടെ ഈ പിക്ചറിൽ തന്നിരിക്കുന്നത്. അതായത് നമ്മൾ രണ്ട് വെക്ടർ എയും വെക്ടർ ബിനെ ക്രോസ് പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രം എ ടു ബി നമ്മൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുക. ഫ്രം എ ടു ബി ഫിംഗേഴ്സ് കേൾ ചെയ്യുക. അതായത് നമ്മൾ തമ്പ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളെ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ. സോ ഇവിടെ മുകളിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ മുകളിലേക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതാണ് നമുക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുക. സോ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എയും ബിയും, അതായത് രണ്ട് വെക്ടർ എയും ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കും കിട്ടുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ. സോ കിട്ടുന്ന വെക്ടർ റിസൾട്ടന്റ് വെക്ടർ സിന്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന രണ്ട് വെക്ടറിനെയും പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിട്ടുക. സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വെക്ടർ പ്രൊഡക്റ്റ് നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുള്ളത് ഒന്ന് ടോർക്ക് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ഒരു വെക്ടർ പ്രൊഡക്റ്റ് ആണ്. ഇനി ആംഗുലർ മൊമെന്റ് എൽ കണ്ടുപിടിക്കുന്നത് വെക്ടർ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ആർ ക്രോസ് പി. സോ നമ്മളിവിടെ പെർപെൻഡിക്കുലറിന്റെ കാര്യം പറഞ്ഞു. അതായത് ഇത് ഓർത്ത് വെക്കുക. അതായത് കിട്ടുന്ന വെക്ടർ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എപ്പോഴും നമ്മൾ എടുക്കുന്ന രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. ഇനി നമുക്ക് വെക്ടർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് ടു പാരലൽ വെക്ടർ ഇസ് എ നൾ വെക്ടർ. സോ നമ്മൾ രണ്ട് എടുക്കുന്ന വെക്ടർ പാരലൽ ആണെങ്കിൽ അതിന്റെ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മളത് വെക്ടർ പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. അവിടെ തീറ്റ എന്ന് വെച്ചാൽ 0 ആണ്. സോ സൈൻ തീറ്റ സൈൻ 0 ആകുമ്പോൾ 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഒരു വെക്ടറിന്റെ ഒന്നിച്ച് അതേ വെക്ടർ തന്നെ നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എ ക്രോസ് എ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെയും തീറ്റ 0 ആണ്. സോ സൈൻ തീറ്റ സൈൻ 0 എന്താണ്? 1 ആണ്.
അല്ല 1 അല്ല, സൈൻ 0 0 ആണ്. സോ എ ക്രോസ് എ ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടും. ഇനി വേറൊരു ഡെഫിനേഷൻ പറയുന്നത് വെച്ചാൽ നമ്മളൊരു കെ എന്നൊരു സ്കെയിലാർ എ ക്രോസ് ബിയിൽ നമ്മൾ എൻ്റെ ഒന്നിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ നമ്മൾ കെ പുറത്ത് വെച്ചിട്ടും നമുക്ക് എ ക്രോസ് ബിയിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ആ കെനെ നമുക്ക് ബി വെച്ചിട്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എ ക്രോസ് ഇവിടെ വേറെ തന്നെ നമുക്ക് വെക്ടർ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനും പറ്റും. അതായത് ഈ എല്ലാ ഫോമും ഇക്വാലന്റ് ആണ്. ഈ കെനെ നമുക്ക് എവിടെ വെച്ചാലും ആൻസർ ചേഞ്ച് ആവുന്നില്ല എന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. ഇനി വേറൊരു പ്രോപ്പർട്ടി ആണ്, രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, നമ്മൾ വെക്ടർ പ്രോഡക്റ്റ് എടുക്കുന്ന രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ തീറ്റ 90 ആയിരിക്കും. സോ എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ 90 കിട്ടും. സോ സൈൻ 90 1 ആണ്. സോ എ ക്രോസ് ബി ഈക്വൽ ടു എ ബി എൻ ക്യാപ്പ് നമുക്ക് എഴുതാൻ പറ്റും. എന്നോ അല്ലെങ്കിൽ സി ക്യാപ്പോ നമുക്ക് ഇത് ജസ്റ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ്. സോ ഇവിടെ നമുക്ക് എൻ ക്യാപ്പ് അല്ലെങ്കിൽ സി ക്യാപ്പ് ഏതായാലും റെപ്രസെന്റേഷൻ കുഴപ്പമില്ല, ബട്ട് ഡയറക്ഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? എ ബി എൻ ക്യാപ്പ് എന്ന് കിട്ടും. ഇനി വെക്ടറിന്റെ ഓർഡർ എപ്പോൾ ഇമ്പോർട്ടന്റ് ആണ് വെക്ടർ പ്രൊഡക്റ്റിൽ. അതായത് എ ക്രോസ് ബി ഒരിക്കലും ബി ക്രോസ് എന് ഈക്വൽ അല്ല, ബട്ട് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ ആണ്. അതായത് ആന്റി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമുക്ക് പറയാൻ പറ്റും. ഈ വെക്ടർ പ്രൊഡക്റ്റ് മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അതായത് എ ക്രോസ് ബി പ്ലസ് സിനെ നമുക്ക് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി വെക്ടർ പ്രൊഡക്റ്റ് ഒരിക്കലും അസോസിയേറ്റീവ് അല്ല. അതായത് എ ക്രോസ് ബി ക്രോസ് സി ഒരിക്കലും നമുക്ക് എ ക്രോസ് ബി ക്രോസ് സി എന്ന് എഴുതാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നമുക്കറിയാം വെക്ടർ പ്രൊഡക്റ്റ് കേസിൽ ഒരു ഡയറക്ഷൻ വരുന്നുണ്ട്. സോ നമുക്ക് ഇത് ഇങ്ങനെ അൾട്ടർ ചെയ്ത് എഴുതുമ്പോൾ, മാറ്റിയിട്ട് എഴുതുമ്പോൾ നമുക്ക് അവിടെ ഡയറക്ഷന്റെ പ്രശ്നം വരും. ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യണം. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോം ഇക്വലന്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് പ്രോബ്ലം ആണ്, an object is supported by two cables which exert forces F1 and F2 as shown in the figure. The weight of the object W equal to 400 Newton. So determine the magnitude of F1 and F2 if the net force on the object is 0. So നമുക്ക് അവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്ക് ഡബ്ല്യു തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ 400 ന്യൂട്ടൺ ആണ്, മാഗ്നിറ്റ്യൂഡ് 400 ന്യൂട്ടൺ ആണ്. സോ ഇതിന് നമ്മൾ രണ്ട് ഫോഴ്സ് ഇവിടെ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, F1 ആൻഡ് F2. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഡബ്ല്യുവിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് വരക്കാം? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു ഇത് വെക്ടർ നമുക്ക് വരക്കാം. സോ ഇതിനെ നമുക്ക് എഫ് എന്ന് വിളിക്കാം, ക്യാപിറ്റൽ ആയിട്ട് എഫ് എന്ന് വിളിക്കാം. സോ ഈ എഫ് എന്താണ്? ബേസിക്കലി F1 പ്ലസ് F2 ആണ്. സോ ഈ ആംഗിൾ 120 ആണ്, ഇവിടെയും 120 ആണ്. സോ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ഞാൻ ആദ്യം ഒന്ന് തുടക്കുന്നതിന് മുന്നേ ഒന്ന് പറയുന്നതാണ്. സോ ഇത് എന്തായിരിക്കും? 120 ആയിരിക്കണം. ഇത് മൊത്തം 360 ആണ് വരിക. സോ ഈ ഒരു ആംഗിൾ, റിമൈനിങ് ആംഗിൾ 120 ആയിരിക്കും. സോ ഇതിന്റെ ഹാഫ് എന്തായിരിക്കും? ഇതിന്റെ ഹാഫ് 60 ആയിരിക്കും. അതായത് ഈ ഒരു ആംഗിൾ 60 ആയിരിക്കും. ഈ 120 എന്ന ആംഗിൾ എന്താണ്? ബേസിക്കലി തീറ്റ ആണ്. അതായത് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് F1 ആൻഡ് F2 ആണ്. ഈ 60 പറയുന്ന ആംഗിൾ എന്താണ്? ആൽഫയാണ്. അതായത് റിസൾട്ടന്റ് വെക്ടർ എഫും ഒരു വെക്ടർ F1 തമ്മിലുള്ള ആംഗിൾ ആണ് 60 ഡിഗ്രി. സോ ആൽഫ നമുക്ക് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് തരുന്നത്. സോ ഇത് നമുക്ക് നെറ്റ് ഫോഴ്സ് ഓൺ ദ ഒബ്ജക്റ്റ് 0 എന്ന് തന്ന സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? F1 വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് W വെക്ടർ ഈക്വൽ ടു 0 എന്ന് എഴുതാലോ? നൾ വെക്ടർ എന്ന് എഴുതാം. സോ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? F1 പ്ലസ് F2 വെക്ടർ F2 ഈക്വൽ ടു മൈനസ് ഓഫ് W എന്ന് എഴുതാലോ? സോ നമുക്ക് ബേസിക്കലി ആദ്യം ഇവിടെ F1 പ്ലസ് F2ന്റെ സമ്മായ വെക്ടർ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഡബ്ല്യുവിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, 400 ന്യൂട്ടൺ ആണ്. സോ ഇത് കണ്ടുപിടിച്ചാൽ നമുക്ക് F1 F2ലേക്ക് എത്താം. സോ നമ്മൾ എഫിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പാരലഗ്രാം ലോ ഓഫ് അഡീഷനിൽ പഠിച്ചിട്ടുണ്ട്, സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് 2ab cos θ പ്ലസ് ബി സ്ക്വയർ ആണെന്ന്. സോ ഇവിടെ എയും ബിയും F1 ഉം F2 ആണ്. സോ നമുക്കത് ഇവിടെ യൂസ് ചെയ്താൽ F1 സ്ക്വയർ പ്ലസ് 2F1 F2 cos തീറ്റ പ്ലസ് F2 സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ തീറ്റ 120 ആണ്. സോ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഈ ഒരു പോർഷൻ വരെ എത്തി. സോ കോസ് തീറ്റ 120 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? കോസ് 120ന്റെ വാല്യൂ -1/2 ആണ് നമുക്കറിയാം. സോ നമ്മൾ അവിടെ ഇവിടുത്തെ 2ഉം -1/2ലെ 2ഉം വെട്ടിപ്പോയിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എത്തും. അതായത് റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ മൈനസ് F1 F2 എന്ന് കിട്ടും. സോ ഇത് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ടാൻ ആൽഫ, നമുക്ക് ആൽഫേന്റെ ഇക്വേഷൻ ഉണ്ട്, അതായത് ഡയറക്ഷന്റെ, അതായത് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷന്റെ ഇക്വേഷൻ ആയ ആൽഫ നമ്മൾ പാരലഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്നിട്ട് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിന് ജസ്റ്റ് ഒന്ന് ആൽഫാന്റെ പകരം ടാൻ ആൽഫ എന്ന് എഴുതി. സോ ടാൻ ആൽഫ, ആൽഫന്റെ വാല്യൂ 60 ആണ്. സോ
ടാൻ 60ന്റെ വാല്യൂ നമുക്കറിയാം √3 ആണ്. സോ നമ്മൾ ആ പഠിച്ച ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയും ബിയും F1 F2 ആണ്, തീറ്റ 120 ആണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എത്തും. സോ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് ഒരു റിലേഷൻ കിട്ടും. അതായത് F1 = F2 എന്ന് കിട്ടും ഈ ഒരു ഇക്വേഷനിൽ. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. F1 = F2 എന്ന് കിട്ടും. സോ ആ റിലേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F1 = F2, അതായത് F1² + F1² മൈനസ് F1 നമുക്ക് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും ഫൈനലി? ഈ എഫ് എന്ന് പറയുന്നത് F1 ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടും. സോ എഫിന്റെ വാല്യൂ നമുക്കറിയാം, എഫ് ഡബ്ല്യുവിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ ഡബ്ല്യു 400 ന്യൂട്ടൺ ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അത് എഫിന് ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡ്. സോ F1 ഈക്വൽ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ F1ന്റെ വാല്യൂ എന്താവും? 400 ന്യൂട്ടൺ ആവും. അത് മാത്രമല്ല F1 = F2 ആണെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ F2ന്റെ വാല്യൂ 400 ന്യൂട്ടൺ തന്നെയായിരിക്കും. സോ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഷോ ദാറ്റ് ഫോർ എനി ടു വെക്ടേഴ്സ് P and Q, P.Q മോഡുലസ് സ്ക്വയർ പ്ലസ് P × Q മോഡുലസ് സ്ക്വയർ = P² Q². സോ ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് തോന്നാം, പക്ഷേ ഇത് വളരെ സിമ്പിൾ ആണ്, വളരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇവിടെ ആദ്യം LHS നോക്കാം. ഇവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് ആണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് P.Q എക്സ്പാൻഡ് ചെയ്താൽ അത് നമുക്കറിയാം എന്താണ്, സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. സോ P.Q = PQ cos θ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ നമുക്ക് മോഡുലസ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ. സോ പിന്നെ സ്ക്വയറും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഇതെന്താണ്, ക്രോസ് പ്രോഡക്റ്റ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? PQ sin θ എന്ന് എഴുതാൻ പറ്റും. പിന്നെ സ്ക്വയറും, നമുക്ക് ഡയറക്ഷൻ ഇവിടെ വേണ്ട, മോഡുലസ് എന്ന് ഇവിടെ 2 ലൈൻ വരച്ചത് കൊണ്ട്. സോ ഇതെന്താണ്, നമുക്ക് എന്തായിട്ട് എഴുതാം? P² Q² കോമൺ ആണ്. ബാക്കിയുള്ളത് cos² θ പ്ലസ് sin² θ ആണ്. സോ എന്താണ് cos² θ പ്ലസ് sin² θ? അതൊരു ഐഡന്റിറ്റി ആണ്, നമുക്കറിയാം അതിന്റെ വാല്യൂ 1 ആണെന്ന്. സോ നമുക്ക് എന്ത് കിട്ടി? P² Q² എന്ന് കിട്ടി. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ളത്. സോ നമ്മൾ ആൻസറിലേക്ക് എത്തി. സോ ഇത് വളരെ സിമ്പിൾ ആണ്, ഇത് എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത് ജസ്റ്റ് ഈ ഒരു ഡെഫിനേഷൻ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. സ്കെയിലാർ പ്രൊഡക്റ്റിന്റെയും വെക്ടർ പ്രൊഡക്റ്റിന്റെയും ഡെഫിനേഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. സോ അടുത്ത പ്രോബ്ലം, 3 വെക്ടേഴ്സ് വെക്ടർ A, വെക്ടർ B ആൻഡ് വെക്ടർ C സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C = null വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ A = 2, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ B = 1 ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ C = 3 ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെക്ടർ A.B പ്ലസ് വെക്ടർ B.C പ്ലസ് വെക്ടർ C.A ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം തന്ന കാര്യം ഒന്ന് എഴുതാം. അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C പറയുന്നത് ഒരു നൾ വെക്ടർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അതിന് ശേഷം നമുക്ക് A.A എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ കണ്ടുപിടിക്കാം. A.A എന്താണ്? A² ആണ്, നമുക്കറിയാം, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ A² ഇവിടെ എന്റെ വാല്യൂ എന്താണ്? 2 ആണ്. സോ 2² = 4 ആണ്. ഇതുമാതിരി തന്നെ B.B എന്താണ്? B.B എന്ന് പറയുന്നത് B² ആണ്, which is equal to 1² = 1 ആണ്. C.C എന്താണ്? C.C is equal to C², which is equal to 3², which is equal to 9 ആണ്. ഇനി നമ്മൾ ഒരു വെക്ടർ A എടുക്കുന്നു. A ഡോട്ട് നമുക്ക് ഈ ആദ്യം തന്ന വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? ഇവിടെ നമുക്കറിയാം ഈ ഒരു സംഭവം നൾ വെക്ടർ ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ A ഡോട്ട് നൾ വെക്ടർ ചെയ്താൽ എന്താണ് കിട്ടുക? അഗെയിൻ ഒരു നൾ വെക്ടർ തന്നെയാണ് കിട്ടുക, 0 തന്നെയാണ് കിട്ടുക. സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ 0 തന്നെ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനി ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്, അതായത് ഈ ഒരു ഭാഗം നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. സോ എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A.A ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയാൽ A.A പ്ലസ് A.B പ്ലസ് A.C എന്ന് കിട്ടും. അതെന്തിന് ഈക്വൽ ആണ്? 0ന് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ A.A വാല്യൂ നമുക്കറിയാം എന്താണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ആണ്. സോ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് കിട്ടും A.B പ്ലസ് A.C = -4 നമുക്ക് എഴുതാം. സോ ഇത് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇതേമാതിരി നമ്മൾ B.A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C എന്ന് എഴുതിയാൽ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫൈനലി
എന്ത് കിട്ടും? ഇതേമാതിരി ചെയ്താൽ ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് സി ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇത് അടുത്ത ഇക്വേഷൻ. ഇതേമാതിരി നമ്മൾ സി ഡോട്ടിൻ്റെ എടുത്താൽ സി ഡോട്ട് എ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഈക്വൽ ടു 0 നമ്മൾ എടുത്തു. എന്നിട്ട് ഇത് ഫൈനലി നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടുക സി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് ബി ഈക്വൽ ടു -9 എന്ന് കിട്ടും. സോ ഇനി നമ്മൾ ഈ എല്ലാ ഇക്വേഷനും 1, 2 and 3 ഇക്വേഷൻസ് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 2 ഇൻറ്റു വെക്ടർ എ ഡോട്ട് ബി പ്ലസ് വെക്ടർ ബി ഡോട്ട് സി പ്ലസ് വെക്ടർ സി ഡോട്ട് എ ഈക്വൽ ടു -14 കിട്ടും. നമ്മൾ ആഡ് ചെയ്താൽ, അതായത് -4 പ്ലസ് -1 പ്ലസ് -9 ആഡ് ചെയ്താൽ നമുക്ക് -14 കിട്ടും. സോ നമ്മൾ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഫൈനൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. അതായത് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ ഈക്വൽ ടു -7 എന്ന് കിട്ടും. സോ ഇതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. സോ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, ബട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇവിടെ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സോ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മൾ യൂണിറ്റ് 1 കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇത് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് വരിക. വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻസ് കൂടുതൽ സോൾവ് ചെയ്ത് നോക്കുക. നമ്മൾ ഈ കൺസെപ്റ്റ് കുറച്ചുകൂടി ഒന്ന് നമുക്ക് സ്ട്രോങ് ആയി കിട്ടും. സോ ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് താങ്ക് യു.